ഗൂഗിൾ പേ, ഫോൺ പേ തുടങ്ങിയിട്ടുള്ള UPI ആപ്പുകളിൽ നാളെ മുതൽ, അതായത് 2025 ഓഗസ്റ്റ് 1-ാം തീയതി മുതൽ പുതിയ നിയമങ്ങൾ വരാൻ വേണ്ടി പോകുകയാണ്. ഈ ഉപഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇതറിഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ അക്കൗണ്ടുകളിൽ നിന്നും പണം പോവാനടക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇനി നമുക്ക് എന്തെല്ലാമാണ് ആ പുതിയ നിയമങ്ങൾ എന്ന് നോക്കാം. ഈ ആപ്ലിക്കേഷനുകളിൽ ചില പുതിയ റെഗുലേഷൻസുകളാണ് നിലവിൽ വരുന്നത്. NPCI, അതായത് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരമുള്ള മാറ്റങ്ങൾ ഉപഭോക്താക്കൾക്ക് കൂടുതൽ സുരക്ഷിതവും, അതായത് നിങ്ങളുടെ കയ്യിൽ നിന്നും പണം മിസ്സാവാതിരിക്കാൻ സഹായിക്കും എന്നാണ് പറയുന്നത്. ഒരു ഉപഭോക്താവ് ഒരേ ദിവസം നിരവധി UPI ഇടപാടുകൾ നടത്തിയാൽ താൽക്കാലികമായി ആ സേവനം ലോക്ക് ചെയ്യാനുള്ള സംവിധാനം പണ്ടുണ്ടായിരുന്നു. ഇനി മുതൽ ദിനപരിധിയായിട്ടുള്ള 1 ലക്ഷം രൂപ വരെ മാത്രമേ ഗൂഗിൾ പേ, ഫോൺ പേ വഴി ട്രാൻസാക്ഷൻ നടത്താനാകൂ. കൂടുതൽ തുക ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ബാങ്ക് തലത്തിൽ അസാധാരണമായ പരിശോധനകൾക്കും പാസ്കോഡുകൾക്കുമൊക്കെ വിധേയരാകേണ്ടി വരും. അതുപോലെ തന്നെ പുതിയ അക്കൗണ്ട് ലിങ്ക് ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ KYC സാധുത ഉറപ്പാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പഴയ ആപ്പ് വേർഷനുകൾ ഇനി പ്രവർത്തിക്കില്ല. ഗൂഗിൾ പേ, ഫോൺ പേ ആപ്പുകൾ എല്ലാം തന്നെ ഒഫീഷ്യൽ പ്ലേ സ്റ്റോറിൽ നിന്നുള്ള അപ്ഡേറ്റ് വെരിഫിക്കേഷനുകൾ മാത്രം ഉപയോഗിക്കാൻ അനുവദിക്കപ്പെടും എന്നുള്ളതാണ്. പഴയ വേർഷൻ ഉപയോഗിക്കുന്നവർക്ക് ട്രാൻസാക്ഷൻ താൽക്കാലികമായി തടയപ്പെടാം എന്നുള്ളതുകൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ പ്ലേ സ്റ്റോറിൽ പോയി ആ വേർഷൻ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഗൂഗിൾ പേയോ പേടിഎമ്മോ എന്താണ് എന്ന് വെച്ചാൽ അത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പുതിയ നിയമം അനുസരിച്ച് ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലെ ബാലൻസ് പരിശോധിക്കുന്നതിന് ഒരു പരിധി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓഗസ്റ്റ് 1 മുതൽ ഓരോ UPI ആപ്ലിക്കേഷനിലും പ്രതിദിനം 50 തവണ മാത്രമേ ബാങ്ക് ബാലൻസ് പരിശോധിക്കാൻ കഴിയൂ. ഇത് 24 മണിക്കൂറിലെ കണക്കാണ്. തിരക്കേറിയ സമയങ്ങളിൽ UPI ആപ്ലിക്കേഷനുകൾ സെർവറിൽ ഉണ്ടാകുന്ന ഭാരം കുറയ്ക്കുക എന്നതാണ് ഈ പരിധി നിശ്ചയത്തിലൂടെ NPCI ലക്ഷ്യമിടുന്നത്. എന്നാൽ ഉപഭോക്താക്കൾക്ക് ബാലൻസ് അറിയാൻ ഒരു പുതിയ സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ UPI ഇടപാടും വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം ബാങ്കുകൾ അവരുടെ അക്കൗണ്ടിൽ ലഭ്യമായിട്ടുള്ള ബാലൻസ് അറിയിപ്പ് സന്ദേശത്തിൽ ഉൾപ്പെടുത്തും. അതായത് നിങ്ങളുടെ ഫോണിലേക്ക് SMS ആയി നിങ്ങളുടെ അക്കൗണ്ട് ബാലൻസ് ഇനി മുതൽ അറിയാൻ സാധിക്കും. ഇത് ഇടപാടുകൾക്ക് ശേഷം പ്രത്യേകമായി ബാലൻസ് പരിശോധിക്കേണ്ടതിൻ്റെ ആവശ്യം ഇല്ലാതാക്കും. കൂടാതെ മൊബൈൽ നമ്പറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളുടെ വിവരങ്ങൾ UPI ആപ്ലിക്കേഷനുകളിൽ പരിശോധിക്കുന്നതിനും നിയന്ത്രണം വന്നിട്ടുണ്ട്. ഓഗസ്റ്റ് 1 മുതൽ ഉപഭോക്താക്കൾക്ക് പ്രതിദിനം ഒരു ആപ്പിൽ 25 തവണ മാത്രമേ ഈ വിവരങ്ങൾ പരിശോധിക്കാൻ കഴിയൂ. അനാവശ്യമായ ഡാറ്റ അഭ്യർത്ഥനകൾ കുറച്ച് സിസ്റ്റത്തിന്റെ മൊത്തത്തിലുള്ള പ്രതികരണശേഷി മെച്ചപ്പെടുത്താനാണ് ഈ മാറ്റം. അതേസമയം ഒരു UPI ഇടപാട് പരാജയപ്പെട്ടാൽ അതിന്റെ നിലവിലെ സ്റ്റാറ്റസ് പരിശോധിക്കുന്നതിനും നിയന്ത്രണങ്ങൾ വന്നിട്ടുണ്ട്. ഉപഭോക്താക്കൾക്ക് ഒരു പെൻഡിംഗ് ഇടപാടിന്റെ സ്റ്റാറ്റസ് പരമാവധി 3 തവണ മാത്രമേ പരിശോധിക്കാൻ കഴിയൂ. കൂടാതെ ഓരോ തവണയും സ്റ്റാറ്റസ് പരിശോധിക്കുന്നതിനിടയിൽ കുറഞ്ഞത് 90 സെക്കൻഡിന്റെ ഇടവേള ഉണ്ടായിരിക്കണം. തുടർച്ചയായതും വേഗത്തിലുള്ളതുമായ സ്റ്റാറ്റസ് അന്വേഷണങ്ങൾ സിസ്റ്റത്തിൽ അനാവശ്യമായ ഭാരം വരുത്തുന്ന സാഹചര്യം ഒഴിവാക്കാനാണ് ഈ നിയന്ത്രണം.